പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചോ ഇന്ത്യ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ വി മുരളീധരൻ, ഉറിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ എന്ത് സന്ദേശമാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്? ഇന്ത്യക്കകത്തേക്ക് പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്ത് ഭീകരവാദികൾക്ക് അഭയം കൊടുത്തുകൊണ്ട്, പരിശീലനം കൊടുത്തുകൊണ്ട് വളരെ കാലമായിട്ട് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഉറിയിലുണ്ടായത്. വാസ്തവത്തിൽ ഉറി മാത്രമല്ല, പഠാൻകോട്ടുണ്ട്, അതിനു മുൻപുള്ള നിരവധി സംഭവങ്ങൾ. ഒരുപക്ഷെ പാർലമെൻറ്റ് ആക്രമണം തൊട്ട് വേണമെങ്കിൽ കണക്കുകൂട്ടാം. ഈ നിരവധി സംഭവങ്ങൾ നടന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാനോട് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, നിങ്ങളുടെ അതിർത്തിക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യക്കകത്ത് അസ്വസ്ഥതയുണ്ടാക്കാൻ, ഇന്ത്യക്കകത്ത് ഭീകര ആക്രമണങ്ങൾ നടത്താൻ പരിശീലനം നടത്തുന്ന അത്തരം ക്യാമ്പുകൾ കണ്ടെത്തി അത് അവസാനിപ്പിക്കണം, അത് അടച്ചുപൂട്ടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പങ്കാളിത്തം വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാത്ത മറ്റൊരു വഴിയില്ലാത്ത ഒരു സാഹചര്യം വന്നു. അതിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചൊരു കാര്യം, ഇത് പാകിസ്ഥാൻ ജനതയ്ക്കെതിരായിട്ടോ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരായിട്ടോ ഉള്ള ഒരു നീക്കമല്ല, ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ട് ഇതൊരു യുദ്ധമല്ല. ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പുകളെ, ആ ക്യാമ്പുകളെ തകർക്കുക. കഴിഞ്ഞ കാലങ്ങളിലും എൻ്റെ ഓർമ്മ, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഹോട്ട് പെർസ്യൂട്ട്. ഭീകരവാദികൾ ആക്രമിച്ച് തിരിച്ച് അവിടെ അഭയം തേടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം അവസാനിപ്പിക്കണമെങ്കിൽ അവിടെ ചെന്ന് അവരെ ആക്രമിച്ച് ഇല്ലാതാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അത് ഈ തവണ നടന്നു. അത് ഗവൺമെൻറ്റും എല്ലാ പാർട്ടികളും, ഇന്ത്യയുടെ നേതൃത്വം മുഴുവൻ, രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം സൈനിക നേതൃത്വവും, ആ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ചേർന്ന് ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനം, ഞാൻ മനസ്സിലാക്കുന്നത് മുൻ പ്രധാനമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുമായിട്ട്, ശ്രീ മൻമോഹൻ സിംഗും ദേവഗൗഡയും ഉൾപ്പെടെയുള്ള മുൻ പ്രധാനമന്ത്രിമാരുമായിട്ട് മുഴുവൻ അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു നീക്കം, ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യ അങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള സന്ദേശം ഇതിലൂടെ കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. ശ്രീ എം കെ ഭദ്രകുമാർ, പാകിസ്ഥാനുമായി സൗഹൃദം, പാകിസ്ഥാനുമായി നയതന്ത്രപരമായ സൗഹാർദ്ദം, ഇതെല്ലാം പരമാവധി പുതിയ സർക്കാരായാലും ശ്രമിച്ചതാണ്. അതിനൊക്കെ കനത്ത തിരിച്ചടികൾ വന്നപ്പോൾ അസാധാരണമായൊരു നടപടിയിലേക്ക് ഇന്ത്യ കടന്നു. ഈ ഘട്ടത്തിൽ ഏറ്റവും ശരിയായ ദിശയിലുള്ള ഒരു നീക്കമായി താങ്കൾ ഇതിനെ വിലയിരുത്തുന്നുണ്ടോ? ഇത് പ്രധാനമായിട്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ നേരത്തെ ചാനലിലെ രണ്ടുപേര് ഡൽഹിയിൽ നിന്നാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് നിന്നും ഇതിൻ്റെ വിവരങ്ങൾ തന്നില്ലേ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇവിടെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല ഈ കാര്യങ്ങൾ. അതപ്പോൾ എവിടെ നിന്നാണോ ഈ ഡീറ്റെയിൽസ് കിട്ടിയത്? ഈ M-17 പ്ലെയിനിൽ, ഹെലികോപ്റ്ററിൽ പോയി, കർദവാവിൻ്റെ തലേ ദിവസം പോയി 7 സ്ഥലത്ത് ആക്രമണങ്ങൾ നടത്തി 38 പേര് മരിച്ചു എന്നല്ല ഉള്ളത്. അപ്പോൾ ഞാൻ പ്രതികരിക്കാൻ പോകുന്നത്, ഈ DGMO പറഞ്ഞത് ആ ലെങ്തി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ബേസിസിലായിരിക്കും. എന്നുവെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഞാൻ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ വലിയൊരു വിനയായിരിക്കും ഈ പ്രദേശത്തിന് മുഴുവനും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വളരെ ഉത്തരവാദിത്വബോധത്തോടു കൂടി സംസാരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഒരു വിഷയമാണിത്. ഇവിടെ മൊത്തത്തിലുള്ളത് വളരെ ഇമാജിനേറ്റീവായിട്ട്, വളരെ എംബലിഷ് ചെയ്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. DGMO പറഞ്ഞതനുസരിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഘട്ടത്തിലും
ലൈൻ ഓഫ് കൺട്രോൾ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയതായിട്ട് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. എന്ത് തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയതെന്നും പറഞ്ഞിട്ടില്ല. ഈ മിലിറ്ററി ജാർഗനിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അതിനെ നിർവചിക്കുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും. അതായത് ടാർഗറ്റിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും. അതിൽ കൊളാറ്ററൽ ഡാമേജസോ അങ്ങനെ ഒന്നും വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഓപ്പറേഷനാണ് നടത്തുന്നത്. അത് എയർഫോഴ്സിനെ കൊണ്ട് ചെയ്യിക്കാം, ഇൻഫൻട്രിയെ കൊണ്ട് ചെയ്യിക്കാം, സ്പെഷ്യൽ ഫോഴ്സസിനെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ ആർട്ടിലറി ബ്രിഗേഡ്സിനെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് ചെയ്തതെന്നുള്ളതൊന്നും നമ്മളുടെ DGMO പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ വലിയൊരു പ്രസ്താവന ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ അനുവദിച്ചതുമില്ല. അതുകൊണ്ട് ഈ ഊഹാപോഹങ്ങളിലോട്ട് നമ്മൾ കടക്കരുത്. പാകിസ്ഥാൻ്റെ പ്രസ്താവന അതേസമയം വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ വലിയ തോതിലുള്ള ഒരു ആർട്ടിലറി എക്സ്ചേഞ്ച് നടന്നു. അതിൽ 2 പാകിസ്ഥാനി ഭടന്മാരും ചിലപ്പോൾ 2-ൽ കൂടുതൽ പേരും മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ന് റാവൽപിണ്ടിയിൽ നിന്നുള്ള അവരുടെ പ്രസ്താവന. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഒരു ടെൻഷനെ പെരുപ്പിച്ച് കാണിക്കാനാണ് അവർക്ക് സാധാരണ താല്പര്യം. എന്ന് വെച്ചാൽ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ അതിനെ അവർക്ക് കാശ്മീർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുത്താം. രണ്ടാമത് ഇവിടെ ഒരു ന്യൂക്ലിയർ ഫ്ലാഷ് പോയിൻ്റ് ഈ പ്രദേശത്തുണ്ടാകുന്നു എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അതിനെ വിശകലനം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ടും അവർക്ക് മുതലെടുക്കാം. അപ്പോൾ ഈ പെരുപ്പിച്ച് കാണിക്കുന്നതിലാണ് അവരുടെ താല്പര്യം, അവർക്ക് മുതലെടുക്കാനുള്ള സാധ്യത. എന്നിട്ട് എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു നിലപാടെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിന് ചുരുക്കത്തിലുള്ള മറുപടി, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ്പ് ഏതാണ്ട് അനിവാര്യമായി വരികയാണ്. എന്ന് വെച്ചിരുന്നാൽ പലതവണ നമ്മൾ ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ നേരിട്ടതിന് ശേഷം പാകിസ്ഥാൻ കള്ളക്കളിയാണ് നടത്തുന്നത്. പഠാൻകോട്ടിലെ ആക്രമണത്തിന് ശേഷം അവർ അതും ഇതും പറഞ്ഞ് ഇതിൽ നിന്ന് ഊരിപ്പോവുകയായിരുന്നു. നമ്മൾ അവരെ ക്യാമ്പ് സന്ദർശിക്കാൻ പോലും അവസരമുണ്ടാക്കി കൊടുത്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ ഏറ്റവും നല്ല ഒരു വശമുള്ളത് ഇന്ത്യയിൽ ഒരു നാഷണൽ കോൺസെൻസസ് എടുക്കാൻ ശ്രീ നരേന്ദ്രമോദി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതൊരു പാർട്ടിസാൻ ഇഷ്യൂ അല്ലാതെ എല്ലാവരെയും ഇപ്പോൾ താങ്കൾ പറഞ്ഞ് ഇപ്പോൾ ഞാൻ കേട്ടത് മനസ്സിലാക്കിയെടുത്തോളം ഇത് ഓപ്പറേഷൻ്റെ മുമ്പ് തന്നെയും മൻമോഹൻ സിംഗിനെയും ദേവഗൗഡയെയും സുഷമ സ്വരാജ് പോയി ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടു എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു നാഷണൽ കോൺസെൻസസ് വെച്ച് നമ്മൾക്ക് വളരെ ക്ലാരിറ്റി വേണം. എന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള മനോവീര്യം വേണം, അതിനുള്ള നാഷണൽ കോൺസെൻസസ് വേണം. ഇത് വലിയ അപകടങ്ങളുള്ളതാണ്. ഇന്നത്തെ ആദ്യത്തെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരു തരത്തിലുള്ള ഒരു ട്രയംഫലിസം നമ്മൾ കാണുന്നു. ആ ട്രയംഫലിസം ചിലപ്പോൾ വളരെ ഷോർട്ട് ലിവ്ഡ് ആവാം, ഒരു യുദ്ധത്തിലോട്ട് ഇത് കടന്നു പോകാം. ഈ അതിർത്തി എന്ന് നമ്മൾ പറയുന്ന സ്ഥലം തന്നെയും വളരെ ഫോർട്ടിഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അങ്ങനെ എംബലിഷ് ചെയ്ത് വിശദീകരിക്കരുതെന്ന്. ആ അതിർത്തി അങ്ങനെ കടന്നു പോകുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഒരു കൊതുകിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ വയ്യാത്ത സ്ഥലമാണ് അവിടം. ബാർബ്ഡ് വയർ, ഫെൻസ്, ലാൻഡ് മൈൻസ്, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വളരെ ഫെർമിഡബിൾ ആയിട്ടുള്ള ഫോർട്ടിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ ഒരു ഹെലികോപ്റ്റർ ചെന്ന് ഇറങ്ങി അവിടുന്ന് 7 ടാർഗറ്റ് നമ്മൾ എയിം ചെയ്തു. പലരെയും നമ്മൾ വധിച്ചു. 4.5 മണിക്കൂർ നേരം മറ്റോ നമ്മളവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിൻവാങ്ങി എന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്ര ശരിയാണെന്നുള്ളത് കണ്ടറിയണം. എനിക്കിവിടെ ഇരുന്നതിനെക്കൊണ്ട് ആധികാരികമായിട്ടൊന്നും പറയാൻ വയ്യ. എന്ന് വെച്ചിരുന്നാൽ എൻ്റെ ശീലമനുസരിച്ച് ഇത് നമ്മളുടെ സർക്കാരിൽ നിന്നും ഒഫീഷ്യലായിട്ട് അതോറിറ്റേറ്റീവായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾക്കിവിടെ ആവശ്യം. ശരി, ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ ഈ വിഷയത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സൈന്യം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയല്ലേ? ശ്രീ ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ ഒരു വശമായിരിക്കാം. പക്ഷേ അപ്പോഴും ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പറയാതിരിക്കുക എന്ന ഉത്തരവാദിത്തമാണല്ലേ സൈന്യം നിർവഹിച്ചിരിക്കുന്നത്? ഒന്ന്.
രണ്ട് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് സ്രോതസ്സുകളിലൂടെ തന്നെയാണ്. ആ വിവരങ്ങൾക്ക് ആധികാരികത ഉണ്ട് എന്നാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. കുഴൽനാടൻ, ഇവിടെ സൈന്യം ഇത്ര പക്വതയോടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഒരു നിമിഷം, പക്വതയോടെ വിശദീകരിക്കുന്നു. അതിനുശേഷം രാഷ്ട്രീയമായ സമവായത്തിലെത്തുന്നു. എല്ലാത്തിലും ഉപരിയായി ഇതൊരു യുദ്ധമല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. ഇത് പാകിസ്ഥാന് നേർക്കുമായിരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഭീകര ക്യാമ്പുകൾക്ക് നേർക്ക് മാത്രമായിരുന്നു. അതിൽ ഭീകരരുണ്ടായിരുന്നു, വധിക്കപ്പെട്ടു. ഭീകരരെ സംരക്ഷിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ജീവഹാനി സംഭവിച്ചിരിക്കുന്നു എന്ന കൃത്യമായ വിശദീകരണമാണ് സൈന്യം നൽകുന്നത്. ഒപ്പം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി 22ഓളം രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട അധികൃതരോട് ആശയവിനിമയം നടത്തുകയാണ്. ഈ കാര്യത്തിൽ എന്താണ് നാം ചെയ്തിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വിശ്വാസത്തിലെടുക്കുകയുമാണ്. എന്തിനേറെ നമ്മുടെ ഒരു അയൽപക്കമായ ബംഗ്ലാദേശ് പറയുകയാണ് ഇന്ത്യയുടെ നടപടി ശരിയായിരുന്നുവെന്ന്. അപ്പോൾ ആഭ്യന്തരമായുള്ള യോജിപ്പ്, സൈന്യത്തിൻ്റെ പക്വത, അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്രപരമായ